ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ജിനി റീഗൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ ഡ്രസ് റിവ്യൂ തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഒരു 3 പാർട്ടി വെയറും പിന്നെ ഒരെണ്ണം പാർട്ടി വെയർ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഇതിന്റെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതേ ഫസ്റ്റത്തെ ഡ്രസ്സ് വന്നിട്ട് ഇതേ ഒരു പർപ്പിൾ കളറിൽ വരുന്ന ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഈ ഡ്രസ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു മാക്സി ലെങ്ത് ഡ്രസ്സാണ്, അതായത് ഫുൾ ഗൗൺ ആണ്. ഇതിൽ പാൻസ് വരുന്നില്ല, താഴെ വരെ ലെങ്ത് ഉള്ള ഒരു മാക്സി ലെങ്ത് ഡ്രസ്സാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള ഒരു വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു ഫോളോവർ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു ഫോളോവർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചത്. നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം നല്ല വൃത്തിയിലാണ് ഈ ഒരു വർക്കൊക്കെ അവർ ഈ ഒരു ത്രെഡ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർക്ക് താഴെ വരെ ഉണ്ട് കേട്ടോ, കണ്ടോ, താഴെ വരെ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും, മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഒരു വർക്കാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ത്രെഡ് വർക്ക് തന്നെ ഇതിൻ്റെ സ്ലീവ്സിൻ്റെ എഡ്ജിലും കൊടുത്തിട്ടുണ്ട്. എഡ്ജിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 3 ലൈനായിട്ട് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ്സിൽ ഇത് ഇവിടെയൊക്കെ ഈ ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ കുഞ്ഞു ത്രെഡ് വർക്ക് ഇങ്ങനെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ, നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്, നല്ല അഫോർഡബിൾ പ്രൈസിലാണ്. പിന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂട്ടത്തിൽ എന്തില്ല, പാൻറ് ഇല്ല, കാരണം ഇതൊരു ഗൗൺ ആണ്, ഫുൾ ലെങ്ത് വരുന്ന ഒരു മാക്സി ലെങ്ത് ഡ്രസ്സാണ്, അതുകൊണ്ട് പാൻറ് ഇല്ല. പക്ഷെ നല്ല ലെങ്ത് ഉള്ളൊരു കൊടുത്തിട്ടുണ്ട്, ഒരു ഷാള്, ഒരു ദുപ്പട്ട കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഷോളിന്റെ ഇവിടേക്ക് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സിന്റെ നെക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു വർക്കൊക്കെ ഇതിന്റെ ഷോളിലും കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ റേറ്റ് വന്നിട്ട് 475 രൂപയാണ്. ഞാൻ വാങ്ങിയ സൈസ് മീഡിയം ആയിരുന്നു കേട്ടോ. അത്യാവശ്യം റേറ്റിംഗ് ഉണ്ട് മീഷോയിൽ, ഇത് 3.9 റേറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളി. സംഭവം കംഫർട്ടബിൾ ആണ്, നല്ല വൃത്തിയിലെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇതേപോലെ തന്നെ ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു പേർപ്പിൾ കളറിലാണ് ഇത് വന്നേക്കുന്നത്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ട്. ഇത് മീഷോയിൽ ഗോൾഡ് കാറ്റഗറിയിൽ കിടക്കുന്ന ഒരു ഡ്രസ്സാണ്, അതായത് ട്രസ്റ്റഡ് ക്വാളിറ്റിയിൽ ഗോൾഡ് കാറ്റഗറിയിൽ കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുള്ള ഒരു പേർപ്പിൾ കളറാണ് കേട്ടോ. ഞാൻ ആദ്യം ഇതിന്റെ ടോപ്പ് കാണിച്ചു തരാം. പക്ഷെ ഇതിലൊരു അബദ്ധം എനിക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സൈസ് മീഡിയം ആണ്, പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പാൻറ് എന്താ പറയുക ലെങ്ത്തിൽ കിട്ടില്ല. ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, എൻ്റെ ഹൈറ്റ് വന്നിട്ട് 168 കേട്ടോ. അപ്പം എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് പാൻസ് വന്നില്ല. ഞാൻ സ്മോൾ ഓർഡർ ചെയ്തപ്പം ആ ഒരു പ്രശ്നം മാത്രമേ ഇതിൽ എനിക്ക് തോന്നിയുള്ളൂ. വേറെ ഒരു കുറ്റവും ഇതിൽ പറയാനായിട്ടില്ല ഇല്ല കേട്ടോ. അടിപൊളി ഡ്രസ്സാണ്. അപ്പം ഞാനിതിൻ്റെ ടോപ്പ് കാണിച്ചു തരാം. ആദ്യം ആണ് ഗൈസ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ട്. ഇതിൻ്റെ നെക്കാണ് കേട്ടോ ഈ കാണുന്നത്. നെക്കിൽ ഇത് ഇങ്ങനത്തെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ആ വർക്ക് തന്നെ ഇതിൻ്റെ എന്തിൽ കൊടുത്തിട്ടുണ്ട്, സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഉള്ളിൽ നല്ല ക്വാളിറ്റി ഉള്ള എന്തോ കൊടുത്തിട്ടുണ്ട്, ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സൈഡിൽ ഈ ഒരു ഡ്രസ്സിന്റെ സൈഡിലായിട്ട് എന്താ പറയാ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത്. കണ്ട, ഇങ്ങനെ ഒരു വർക്ക് താഴെ വരെ കൊടുത്തിട്ടുണ്ട്. താഴെ വരെ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. 2 സൈഡിലും ഉണ്ട്. ഈ ഒരു ഡ്രസ്സ് ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഈ ഒരു വർക്ക് കൊടുത്തിട്ട് അതിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തെ കട്ടിങ് എന്ന് പറയുന്നത് ഒരു തരം വി ആയിട്ടുള്ള കട്ടിങ് ആണ്. കണ്ടോ, ഇങ്ങനെ ഒരു കട്ടിങ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ ഇതൊക്കെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളായിരിക്കും മെയിൻ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറൊക്കെ നിൽക്കുമ്പോൾ നമ്മളായിരിക്കും അവിടുത്തെ മെയിൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു വേറെ പാറ്റേൺ ഓഫ് ഡ്രസ്സൊക്കെയാണ്. അങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ സ്റ്റൈൽ ഓഫ് ഡ്രസ്സൊന്നും. താഴത്ത് ഇങ്ങനെ ഒരു വി കട്ടിങ് ഒക്കെ വരുന്നത് ഒരു വെറൈറ്റി ആണ്. ഇനി ഇതിന്റെ പാൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പലാസോ ടൈപ്പ് ആണ്. പക്ഷെ എൻ്റെ സൈസ് ഞാൻ തെറ്റി ഓർഡർ ചെയ്ത കാരണം കൊണ്ട് എനിക്ക് ഇത് ലെങ്ത്തിൽ കിട്ടിയില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഞാൻ ഇടുമ്പോൾ എനിക്ക് പാൻറ് കാണാൻ പറ്റൂല നല്ലപോലെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എനിക്ക് ലെങ്ത്ത് സെറ്റായി വരാത്തതുകൊണ്ടാണ്. ഇതാണ് പാൻസിൻ്റെ താഴത്ത് ഈ ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദുപ്പട്ട നോക്കുകയാണെന്ന് വെച്ചാൽ ദുപ്പട്ടയിലും ഈ ഒരു വർക്കാണ് ഫുള്ള്
ഫുള്ള് ഭാഗത്തും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇതിന്റെ പ്രൈസ് പറയാനാണെച്ചെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഗോൾഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രസ്സാണ്, അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ പോയി വാങ്ങുകയാണെച്ചെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസിനൊന്നും കിട്ടൂല. ഇതിന്റെ റേറ്റ് വന്നിട്ട് 774 രൂപയാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നത് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഡ്രസ്സൊന്നും നമുക്ക് ഷോപ്പിൽ നിന്ന് സ്വപ്നം കാണാൻ പോലും പറ്റൂല. അത്രയും റേറ്റ് ആയിരിക്കും ഷോപ്പിലൊക്കെ. മീഷോയിൽ ഇതിന് വെറും 774 രൂപയെ വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് ഇത് എക്സ്ട്രാ വോർത്താണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. ഗൈസ്, അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. കാരണം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ കാണിക്കാൻ പോണത്. ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ വിവരിച്ച് തരേണ്ട ആവശ്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു ഡ്രസ്സിന്റെ ക്വാളിറ്റിയും ഇതിന്റെ ലുക്കും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഷോളും പാൻറ്റും കുർത്തയും ഒക്കെ പാട് ചേരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ആർട്ട് സിൽക്കാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, ഭയങ്കര റിച്ച് സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു കുർത്തയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ മെറ്റീരിയൽ ഒന്ന് നോക്കൂ ഗൈസ്, എന്ത് രസാ. നല്ലൊരു ലാവൻഡർ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു വീനക്കാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇവിടെയൊക്കെ നല്ല രസമുള്ള എംബ്രോയിഡറി വർക്ക്, നല്ല വൃത്തിക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വർക്കൊന്നുമില്ല, പ്ലെയിൻ ആണ്. എന്താ പറയാ, നല്ല വൃത്തിക്ക് അയൺ ചെയ്ത് സെറ്റാക്കി നല്ല വൃത്തിയിലെ സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് അവർ തന്നിട്ടുണ്ടാ. നല്ല അടിപൊളി ഡ്രസ്സാണ് ഇത്. വാങ്ങിച്ചാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒട്ടും നഷ്ടം ഉണ്ടാവില്ല. കാര്യം അത്രയും ക്വാളിറ്റിയിലാണ് അവർ ഈ ഒരു ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നല്ല വൃത്തിയുള്ള എംബ്രോയിഡറി വർക്കും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യം, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. ബാക്ക് പോർഷൻ ഫുൾ പ്ലെയിൻ ആണ് കേട്ടോ. ഇതിന്റെ സ്ലീവിലാണെച്ചെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, സ്ലീവില് സിമ്പിൾ ആണ്, എന്നാൽ എന്താ പറയാ പവർഫുൾ ആണ്. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിന്റെ ഷോള് കാണുമ്പോഴാണ് എനിക്ക് കറക്റ്റ് ആ സംഭവം, ഞാൻ ഇത്രയും നേരം ഞാൻ ഇതിന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ ഷോള് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ പാൻസ് കാണിച്ചു തരാം. പാൻസ് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളൊരു പാൻസ് ആണ്. ഇത് കണ്ടില്ലേ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പാൻസ് ആണ്. ഇതെങ്ങനെയാണ് പാൻസ് വരുന്നത്. പാൻസിൽ ഒരു വർക്കും ഇല്ല, ആർട്ട് സിൽക്കാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നത്. അതായത് ഒരു സിൽക്കി മോഡല് പ്ലസ് എന്താ പറയുക നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ട്. ഇനി ഞാൻ ഇതിന്റെ ഷോൾ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഷോൾ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങളൊന്ന് നോക്ക്. ഇതിന്റെ ക്വാളിറ്റി, ഇതിന്റെ ആ ഒരു ഭംഗി ഒക്കെ ഒന്ന് നോക്കുങ്ങള്. എന്ത് രസാ അല്ലേ? ഇതിന്റെ റേറ്റ് എത്രയെന്ന് ഞാൻ പറയട്ടെ, 1043 രൂപ. ഈ ഒരു പ്രൈസിന് നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഷോപ്പിൽ പോയിട്ട് ഈ ഒരു ക്വാളിറ്റിയിൽ കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 1043 രൂപയ്ക്കൊക്കെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഷോപ്പിലൊക്കെ കണ്ടിട്ടുള്ള 2000ന്റെ ഓടിക്കാണ് കേട്ടോ. സീരിയസ്ലി ഗൈസ്. അപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ ഇതിന്റെ ഒരു ഷോളൊന്ന് നിങ്ങൾ നോക്ക്. എന്ത് രസമുള്ള ഷോളാ, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയുള്ള കളറുമാണ്. എനിക്ക് എങ്ങനെ നോക്കാന്ന് വെച്ചെങ്കിൽ ആ ഒരു പ്രൈസിന് ഈ ഒരു ഡ്രസ്സ് ഭയങ്കര വർത്തായിട്ടാണ് തോന്നുന്നത്. 1043 രൂപ ഇതിന്റെ പ്രൈസ്. ഇതിന് അത്യാവശ്യം നല്ല റേറ്റിംഗും ഉണ്ട് കേട്ടോ. മീഷോയിൽ നല്ല റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് വന്നിട്ട്. ഇതിന്റെ റേറ്റിംഗ് 4.0 റേറ്റിംഗ് ഉള്ള ഒരു ഡ്രസ്സും കൂടിയാണ് കേട്ടോ. മസ്റ്റ് ബൈ ആണ് ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് വാങ്ങിച്ചോളൂ. അതിന്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാട്ടോ. സൈസ് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ സ്മോൾ മുതൽ 4XL വരെ സൈസും അവൈലബിൾ ആണ്. ഒരു മസ്റ്റ് ബൈ ഡ്രസ്സാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത ഡ്രസ്സ് കാണിക്കാൻ പോകുന്ന ഒരു പാർട്ടി വെയർ എന്നല്ല, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. ഇതും മീഷോയില് ഗോൾഡ് കാറ്റഗറിയിലുള്ള ട്രസ്റ്റഡ് ക്വാളിറ്റിയിലുള്ള ഒരു ഡ്രസ്സിന്റെ സെക്ഷനിലാണ് കേട്ടോ ഈ ഡ്രസ്സ് കിടക്കുന്നത്. ഇതിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് പാർട്ടി വെയർ ഒന്നല്ല, ജസ്റ്റ് നമുക്ക് എന്താ പറയാ ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. ഇതിന്റെ നെക്കിലായിട്ട് ഇത് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിൽ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലീറ്റ്സ് അങ്ങനെ താഴ്ത്തത് ഇവിടെ അങ്ങനെ ഒരു എലാസ്റ്റിക് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടി. ഇത് ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതെന്ന് പറയുന്നത്.
കണ്ടോ, ഇതിങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കെട്ടി കൊടുക്കണം. രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള നോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വൈറ്റിൽ ഇങ്ങനെ ഒരു യെല്ലോ കളറിൽ വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ ഒരു പ്രിന്റ് ഉണ്ടല്ലോ, ഈ പ്രിന്റ് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇങ്ങനത്തെ പ്രിന്റിന്റെ ഒരു പ്രത്യേകത പോവാൻ സാധ്യതയുള്ള ഒരു പ്രിന്റ് ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ റേറ്റ് ഒക്കെ ഒരു അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കേട്ടോ. അത് 540 രൂപയാണ് വരുന്നത്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും റയോൺ ആണ് മെറ്റീരിയൽ, അത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ പ്രിന്റിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇടുമ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സും എന്നോട് എൻ്റെ ഒരു ഫോളോവർ റിവ്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ഒരു ക്യൂട്ട് ലുക്കാണ് വന്നിട്ട്. 540 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഡ്രസ്സ് തന്നെയാണ്. XXL വരെ സൈസ് അവൈലബിൾ ആണ്. ഇതൊരു മിഡി ലെങ്ത് ഡ്രസ്സാണ്. കുഴപ്പമില്ല. ഈ മോള് മുതൽ താഴെ വരെ ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഞെറിയാണ് കൊടുത്തത്. വലിയ ഞെറികളാണ് ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് ഇട്ട് കാണും. എനിക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 540 രൂപയല്ലേ ഉള്ളൂ. ആ ഒരു പ്രൈസിനുള്ള മുതലൊക്കെ എന്തായാലും ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലിങ്കൊക്കെ ഞാൻ താഴത്ത് കൊടുത്തേക്കാം. ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ മറക്കാതെ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.